നമുക്ക് പാലായിൽ നിന്ന് ഭരണങ്ങാനത്തിനുള്ള വഴിയിലേക്ക് ഇന്ന് പോയാലോ? അവിടെ നമുക്ക് 27 സെന്റ് സ്ഥലവും ഒരു 1650 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് റൂഫൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി കിടുക്കൻ വീടും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീടാണ്. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആണ്. കിണർ വെള്ളമുണ്ട്. നല്ല വൃക്ഷലതാദികളൊക്കെ ഉള്ള 27 സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില 75 ലക്ഷം രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ ആണ്. ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ താഴെ ദൂരം മാത്രം. അതും പോകുന്ന വഴി നല്ല PWD റോഡ്. PWD റോഡിൽ നിന്നും പോയത് ഏകദേശം ഒരു 200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി ടാറിങ് റോഡ് തന്നെ അകത്തേക്ക് പോയാൽ മതി. വീടിന് മുന്നിലൂടെ തന്നെ ടാറിങ് റോഡുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയെല്ലാം. അപ്പോൾ മറക്കണ്ട, 27 സെന്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്, 1650 സ്ക്വയർ ഫീറ്റ് വീട്. ചോദിക്കുന്ന വില 75 ലക്ഷം രൂപ. 27 സെന്റിന് വേണമെങ്കിൽ ഒരു 11 സെന്റായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ വില വീണ്ടും കുറയും. 11 സെന്റ് സ്ഥലവും ഈ വീടും കൂടി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇത് നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. ഹൈവേയിൽ നിന്നും PWD റോഡിലൂടെ തന്നെ ഏകദേശം ഒരു 700 മീറ്ററോളം ദൂരം വന്നു കഴിയുമ്പോൾ 700 മീറ്ററിൽ നിന്ന് ഒരു 200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇരിക്കുന്ന നല്ലൊരു 27 സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ഈ കാണുന്നത്. നല്ലൊരു നല്ലൊരു VIP മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഉയരത്തിലിരിക്കുന്ന നല്ല ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ. നല്ലൊരു വ്യൂ പോയിൻ്റ് എന്ന് തന്നെ നമുക്കിവിടെ പറയാം. അത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ്, നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കയറാവുന്ന രീതിയിൽ, നല്ല ശുദ്ധവായു ശ്വസിക്കാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുക. നല്ലൊരു കായ്ച്ചുകൊണ്ടിരിക്കുന്നൊരു മാവാണ് നമ്മൾ ഈ മുറ്റത്ത് കാണുന്നത്. കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കാർ പോർച്ച്, മുറ്റത്തൊക്കെ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു റംബൂട്ടാന്, ഒരു തെങ്ങ്, 2 മാവ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ഒരു കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ തോന്നുന്ന രീതിയിലുള്ള ഒരു കൗതുകം തോന്നുന്ന രീതിയിലുള്ളൊരു വീടാണിത്. അത്രയ്ക്ക് നല്ല സൂക്ഷ്മമായിട്ടും അത്രയും അടിപൊളിയായിട്ടുമാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇത് പ്ലാവാണ്. പ്ലാവ് കായ്ച്ചു നിൽക്കുന്നത് നമുക്കിവിടെ കാണാം. ചക്ക കായ്ച്ചു കിടക്കുന്നത് കാണാം. ഈ കിടക്കുന്ന സ്ഥലം കൂടി ഉൾപ്പെടെയാണ് 27 സെൻറ്റ് സ്ഥലം എന്ന് നമ്മൾ പറയുക. ഈ കപ്പയിട്ടിരിക്കുന്ന സ്ഥലം നമ്മൾ സൈഡ് വഴി അപ്പുറത്തേക്ക് ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. ബാക്ക് സൈഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കണ്ട 3 ഫേസാണ് വയറിങ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് കണക്ഷൻ എടുത്താൽ മാത്രം മതി. ബാക്ക് സൈഡിലിവിടെ വന്ന് നമ്മൾ മുകളിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. എല്ലാം സെറാമിക് കോഡിട്ടാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുക. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെ ഇട്ട് ഏറ്റവും ക്വാളിറ്റിയോട് കൂടി തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ, എന്നാൽ വീടിൻ്റെ ഭംഗി അതിമനോഹരമായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള അടിപൊളി പ്രോപ്പർട്ടി എന്ന് തന്നെയാണ് ഈ വീടിനെയും സ്ഥലത്തെയും വിശേഷിപ്പിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു 10-100 പേരുടെ ഒരു ഫംഗ്ഷൻ നടത്തുവാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അത്രയും സ്പേസുള്ള രീതിയിലാണ് റൂഫ് വർക്ക് ചെയ്യുക. പലർക്കും നമ്മുടെ വീഡിയോകൾ വളരെ നാളുകളായിട്ട് കാണുന്നതാണെങ്കിലും പലർക്കും ഒരു ഡൗട്ടാണ്, റൂഫ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, വാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീടിൻ്റെ മുകളിലേക്ക് കയറി റൂഫ് വർക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതുകൊണ്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് അല്ലേ കാണുവാനായിട്ട്. നല്ലൊരു ഉയരത്തിലിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മൾ നേരെ സൈഡ് വഴി നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് വീടിൻ്റെ അകവശമാണ്. വീടിൻ്റെ ഉൾവശമാണ് നമുക്ക് കാണേണ്ടത്. കായ്ക്കാറായ തെങ്ങ് നമുക്കിവിടെ കാണാം. ഇത് റംബൂട്ടാൻ ഇവിടെ കാണാം. നല്ല മുറ്റമുണ്ട്. നമുക്കൊരു 4-5 വണ്ടികൾ വന്നാലും കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റമുണ്ട്. നല്ലൊരു സിറ്റ് ഔട്ടാണ് കാണുന്നത്. ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന നല്ലൊരു സിറ്റ് ഔട്ട്, നല്ലൊരു ഡിസൈനുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ കേരള സ്റ്റൈല് എന്നാൽ സെറാമിക് ഓടിട്ട് അതുപോലെ അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുകയും വലിപ്പമുള്ള കാർ പോർച്ചും ഒപ്പം നല്ലൊരു സിറ്റ് ഔട്ടും കൂടിയുള്ള നല്ലൊരു വീട്. സിറ്റ് ഔട്ട് നമ്മൾ കണ്ടു. ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്ക് സൈഡിലൂടെയൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടു ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്.
ഇതാണ് ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാം. നല്ല ഒരു തേക്കിൻ തടി കൊണ്ട് തന്നെയുള്ള നല്ലൊരു ഡോറാണ്, നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുക. ഇതാണ് നമ്മുടെ സ്വീകരണമുറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണമുറി. അവിടെ ഒരു രൂപക്കോഡിനുള്ളൊരു സംഭവം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ വർക്കാണ്. പാർട്ടീഷൻ വർക്കിൽ രൂപക്കോഡിനുള്ള സംഭവം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ജിപ്സം വർക്കാണ്. ഈ പാർട്ടീഷൻ വർക്കുകളൊക്കെ നമുക്ക് നല്ലൊരു നേരിട്ട് കാണുമ്പോൾ ഇതിലും ക്യൂട്ടാണ് എന്നെനിക്ക് തോന്നി. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ജിപ്സം വർക്കും അതുപോലെ തന്നെ നല്ലൊരു പാർട്ടീഷൻ വർക്കും. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത്. ഡൈനിങ് ഹാളിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ തന്നെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കാണാം. മേളിലെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാണ്. ജിപ്സം വർക്ക് അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാള് എത്ര വലിപ്പമുള്ള ഡൈനിങ് ഹാളാണെന്ന് നോക്കിക്കോളൂ. അത്രയും നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള്. വാഷ് കൗണ്ടർ ലെഫ്റ്റ് സൈഡിൽ കാണാം. നല്ല ഒരു ഡിസൈനോട് കൂടിയുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ കാണുന്നത് മുഴുവൻ. നല്ലൊരു ഭംഗിയാണ്. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 2 ബെഡ്റൂമാണ്. ടോട്ടലി 3 ബെഡ്റൂം വീടാണ്. ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുണ്ട്. നല്ല എന്താ പറയുക, നല്ലൊരു 12-13 സൈസുള്ള ബെഡ്റൂം എന്നാണ് എനിക്ക് തോന്നിയത്. കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഫൈബറിൻ്റെ കർട്ടൻ സഹിതമാണ് ഈ വീട് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ഭംഗിയും ക്വാളിറ്റിയും ഉള്ള നല്ലൊരു വീട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെറായുടെ മെറ്റീരിയലുകളാണ് മൊത്തം ബാത്റൂം ഫിറ്റിങ്സുകൾ കൊടുത്തിരിക്കുക. നല്ല പൈപ്പ്, നല്ല ക്ലോസറ്റ്, വാഷ് ബേസിന്, അതുപോലെ തന്നെ ഷവർ, ടാപ്പുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും സെറായാണ് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് 2 പൈപ്പ് വന്നിരിക്കുന്നതിൽ ഒന്ന് ചൂടുവെള്ളത്തിനുള്ള പൈപ്പാണ്. എക്സോസ് ഫാന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമിൽ AC-യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ചൂട് കൂടിയ ഈ കാലാവസ്ഥയിൽ AC ഒരു അത്യന്താപേക്ഷിതമായ ഘടകമായതുകൊണ്ട് തന്നെ ഇന്ന് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഇതുപോലെയുള്ള ബിൽഡർമാരെല്ലാം എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പം ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രം AC എന്നൊരു കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി മാസ്റ്റർ ബെഡ്റൂം മാത്രമല്ല എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ, അതിന് സമീപത്ത് തന്നെ ടോയ്ലറ്റ്. ഫൈബറിൻ്റെ ഡോറാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡോറ് തന്നെയാണ്. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 27 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. ഇത്രയും കൂടുതൽ സ്ഥലവും ഈ വീടും കൂടി ഈ വിലയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അമാസിങ് എന്ന് തന്നെ പറയാൻ പറ്റും, അത്ഭുതം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഓരോ ആവശ്യങ്ങളാണ്, വേറൊരു പ്രോപ്പർട്ടി മേടിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് റേറ്റ് കടുംപിടുത്തം പിടിക്കാതെ കൊടുത്തേക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ആവശ്യങ്ങളനുസരിച്ചാണല്ലോ ഓരോ വീടുകളുടെയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുടെയും വില നിലവാരങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യുക. അപ്പോൾ ഇതൊരു സുവർണാവസരമാണ്. മറ്റൊരു പ്രോപ്പർട്ടി മേടിക്കേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഈ വിലയ്ക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഭരണങ്ങാനം പാലാ സൈഡിലൊക്കെ സ്ഥലത്തിന് എന്താ വില. ആ വിലയും കഴിഞ്ഞിട്ട് ഇതുപോലുള്ളൊരു വീട്, ഇത്രയും ക്വാളിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്, അതൊക്കെ എങ്ങനെ ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ സുവർണാവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഞങ്ങൾ വീഡിയോയോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പലരുടെയും ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കാരണം മീനച്ചിൽ ഹോംസ് ഇത്രയും 11 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇത്രയും നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്നും പ്രതിഭ മങ്ങാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡീല് നടത്തുന്നതും മീനച്ചിൽ ഹോംസ് വഴി തന്നെയാണ്.
അങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾ മിക്കവരും നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ വീട് അല്ലെങ്കിൽ മറ്റൊരു വീട് ഏതുമായിക്കോട്ടെ, ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഞങ്ങൾ വഴി പ്രോപ്പർട്ടി മേടിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ലോൺ അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത്. വുഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. നല്ല തടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക ഡിസൈനിലാക്കി പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ല ഒരു വർക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. വർക്ക് ഏരിയയിലും നല്ല കബോർഡ് വർക്കുകളുണ്ട്. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. ആലുവ അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗർത്താമസത്തിനൊക്കെ എവിടെയാണ് ഞങ്ങൾ പാല് കാച്ചുന്നതെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ പുറത്ത് പോയി കമ്പ് കഷ്ണമൊക്കെ എടുത്തുകൊണ്ടുവന്ന് തീ കത്തിക്കുന്ന ആ കാലമൊക്കെ പോയി. എന്നെങ്കിലും ഒരു അടുപ്പ് എപ്പോഴും വീടിനൊരു ആവശ്യം തന്നെയാണ്. അങ്ങനെ നല്ല അടിപൊളിയൊരു വീട്, 27 സെൻറ്റ് സ്ഥലം, ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വീട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫോൺ വിളിക്കുക. നേരിട്ട് വന്ന പ്രോപ്പർട്ടി കാണാം. കണ്ട് ഇഷ്ടമായാൽ നമുക്ക് ഈ വീട് വില പറഞ്ഞ് നമുക്ക് കച്ചവടത്തിലേക്ക് ഉറപ്പിക്കാം. അപ്പോൾ പുതിയ വീഡിയോസുമായി എന്നും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. പുതിയ വീഡിയോയുമായി എത്തുന്നത് വരേക്കും ഗുഡ് ബൈ.